അവൻ്റെ മോനെ ഇന്നൊരു സൂപ്പർ സാധനം കേട്ടോ ബ്രോസ്റ്റ്. എല്ലാവർക്കും വായിൽ വെള്ളം വരില്ലേ? ബ്രോസ്റ്റ് പറഞ്ഞാൽ പിന്നെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ട. ഇവിടേക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. പറ്റാത്തവരുണ്ടാകുന്ന എനിക്കറിയില്ല. പറ്റാത്തവർ തൊലി പൊളിച്ചൊക്കെ തിന്നു പറഞ്ഞേക്കെ. തൊലി പൊളിച്ചിട്ട് അതിൻ്റെ പുറം സൈഡ് മാത്രം നിന്നിട്ട് ചിക്കൻ ബാക്കിയാക്കി ഒഴിവാക്കുന്നു പറഞ്ഞാക്കി. ഇവിടേക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് ബ്രോസ്റ്റ് ഉണ്ടെന്നാൽ. അപ്പം അതിൽ ഫ്രഞ്ച് ഫ്രൈസും ബ്രോസ്റ്റും എല്ലാം കൂടി അങ്ങനെ കഴിക്കുമ്പോൾ നല്ല രസമാട്ടോ. ഫ്രഞ്ച് ഫ്രൈസ് നമ്മളെ വീട്ടിലുണ്ടാക്കാൻ നമുക്ക് പറ്റൂട്ടാ. ഞാൻ ഇതിൻ്റെ മുമ്പ് ഒരു ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കിയൊരു വീഡിയോ ഇട്ടിരുന്നു. ഞാൻ അതിൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ ഇടട്ടോ. ഫ്രഞ്ച് ഫ്രൈസ് നമുക്ക് വീട്ടിലെങ്ങനെ തയ്യാറാക്കിയെടുക്കാമെന്നൊക്കെ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ കമൻറ്റ് ബോക്സിലിടാം. അപ്പം നമ്മളെ ലെഗ് പീസും ബ്രസ്റ്റ് പീസും ആർക്കൊക്കെ ലെഗ് പീസ് ആർക്കൊക്കെ ബ്രസ്റ്റ് പീസ് ഇഷ്ടം എന്നുള്ളതൊക്കെ നിങ്ങളെ കമൻറ്റ് ബോക്സിൽ വന്ന് പറയണേ. എന്തോ തൊണ്ടൊക്കെ ഒരു കിച്ചിണ്ട്, അതുകൊണ്ട് സൗണ്ടിന് എന്തോ പോലെ ഉണ്ട്. അപ്പോൾ 4 കുബൂസായിട്ടുണ്ടാവുക. ഒരു ഹാഫ് ചിക്കനിൽ 4 കുബൂസാണ് ഇട്ടുണ്ടാവും. ഇനി അതിൽ തെറ്റിയോ എന്നറിയില്ല, 3 കുബൂസ് അവിടെ കാണുന്നത്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാവും. എല്ലാവരും ബ്രോസ്റ്റ് വാങ്ങി കഴിക്കലാവും മിക്കവാറും. എപ്പോഴേലൊക്കെ വീട്ടിലും ഉണ്ടാക്കി കഴിക്കും. ഞാൻ അങ്ങനെ തന്നെയാണ്, ഇടയ്ക്ക് വാങ്ങി കഴിക്കും, എപ്പോഴേലും വീട്ടിലുണ്ടാക്കി കഴിക്കും. ഇവിടെ കൂടുതലും വാങ്ങി കഴിക്കാനാട്ടോ. ഇതൊക്കെ ഇങ്ങനെയൊക്കെ കിട്ടണമെങ്കിൽ വാങ്ങി കഴിക്കേണ്ട. അതിൻ്റെ ഒപ്പം മയനൈസ് അല്ലെങ്കിലും നമ്മൾ ഉണ്ടാക്കാറുണ്ട്. എന്നാലും ഇങ്ങനെ ഇങ്ങോട്ട് ഫസ്റ്റ് ഒറ്റ കോമ്പിയിൽ കിട്ടുമ്പോൾ നല്ല രസമല്ലേ. ഇതിൽ നല്ല എരിവുള്ള മയനൈസും ഉണ്ട്, എരിവില്ലാത്ത മയനൈസ് ഉണ്ട്. പിന്നെ കെച്ചപ്പ് പിന്നെ അതിൻ്റെ ഫേവറേറ്റ് ആണല്ലോ. അപ്പോൾ മയനൈസ്ക്ക് കെച്ചപ്പ് ഒഴിച്ച് അതൊന്ന് മിക്സ് ചെയ്ത് ചിക്കൻ്റെ കാലെടുത്ത് ആ മയനൈസിൽ മുക്കി അതൊരു കടി കടിക്കും. അത് മോനെ പറയേണ്ട അതിൻ്റെ ടേസ്റ്റ്. പിന്നെ ചിക്കൻ എപ്പോൾ കഴിച്ചാലും വേണ്ട എന്തായാലും ഉണ്ടാവില്ല. ചില വീട്ടിലുണ്ട് കേട്ടോ, ഒരാൾക്ക് ചിക്കൻ പറ്റും, ഒരാൾക്ക് ബീഫ് പറ്റും, ഒരാൾക്ക് മട്ടൻ പറ്റും. അങ്ങനത്തെ വീട്ടിൽ ഭയങ്കര റിസ്ക് കേട്ടോ. ചിക്കൻ പറ്റുന്നിടത്ത് ചിക്കനും ബീഫും മീനും കൊണ്ടിട്ട് വരും. അപ്പോൾ എന്താ 2-3 ഐറ്റംസ് ആയാലേ. അപ്പോൾ ഇവിടെ മാഷാ അല്ലാഹ് എല്ലാവർക്കും എല്ലാം ഇഷ്ടമാണ്. ഇങ്ങനെ ഇറച്ചി ഐറ്റംസൊക്കെ എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ ഒന്ന് തന്നെ കൊണ്ടുവന്നാൽ മതി, എല്ലാവരും ഒരേപോലെ കഴിച്ചോളും. പിന്നെന്ന് പറഞ്ഞാൽ എപ്പോഴേലും ഇട്ടാൽ ചിക്കന് ഉപയോഗിക്കുള്ളൂ. അധികം മീൻ തന്നെ കൊണ്ടുവരിക. കടയിൽ നിന്നൊക്കെ മീൻ കൊണ്ടുവരും. നല്ല വെട്ടിക്കേക്ക് വൃത്തിയാക്കി കുറച്ച് വറ്റിച്ചേക്കും, ചിലപ്പോൾ വറ്റിക്കും, അല്ലെങ്കിൽ എപ്പോഴേലും പൊരിക്കും. അങ്ങനെയൊക്കെയാണ് കേട്ടോ ഇവിടുത്തെ രീതികൾ. പിന്നെ ഇത് എപ്പോഴേലും നൈറ്റ് നല്ല മഴ ചെയ്ത് നല്ല തണുപ്പുണ്ടാകുമ്പോൾ, മഴ എല്ലാം പെയ്യുമ്പോൾ അപ്പം ചിക്കനൊരാഗ്രഹമല്ലേ. അപ്പം ആ മഴയത്ത് പോയിട്ട് ചിക്കൻ ഓർഡർ ചെയ്ത് കഴിക്കലാണ് നമ്മളെ പതിവ്. പിന്നെ ബർഗറിനും ഇഷ്ടം കേട്ടോ ചിക്കൻ്റെ. പിന്നെ ബ്രോസ്റ്റോ ബർഗർ അങ്ങനെയൊക്കെയാണ് കാട്ടാറ് എപ്പോഴും. അപ്പോൾ നമ്മളെ ചിക്കന് ഇവിടെ കഴിച്ച് കയ്യാറായി. അപ്പം നിങ്ങൾക്ക് ബ്രോസ്റ്റിനോടുള്ള അഭിപ്രായം. പക്ഷേ നല്ല എണ്ണയൊന്നും ആവില്ല കേട്ടോ. പുറത്തുനിന്ന് വാങ്ങുമ്പോൾ നമ്മൾ ഉണ്ടാക്കുമ്പോൾ നല്ല എണ്ണയായിരിക്കും കേട്ടോ. പുറത്തുനിന്ന് വാങ്ങുമ്പോൾ എന്തായാലും പൊരിച്ച എണ്ണയിൽ വീണ്ടും പൊരിച്ചിട്ടൊക്കെ കഴിക്കട്ടെ. ഭക്ഷണത്തിൻ്റെ ടേസ്റ്റ് അല്ല നോക്കേണ്ടത്, ക്വാളിറ്റിയാണ് നോക്കേണ്ടത്. ഇത് എപ്പോഴേലും ഉള്ളൂ. നിങ്ങളും അങ്ങനെയൊക്കെ ചെയ്താൽ മതി. ഞാനിപ്പോൾ ബ്രോസ്റ്റ് കൊണ്ടുവന്ന് കഴിക്കണത് എന്തെങ്കിലുമൊക്കെ ഒന്നുള്ളൂ കേട്ടോ. കുറേ കാലം കഴിയുമ്പോൾ ഒരാഗ്രഹമാണ് ബ്രോസ്റ്റ് ഒന്ന് കൊണ്ടുവന്ന് വെച്ചാൽ. അങ്ങനെയാണ് ബ്രോസ്റ്റ് കൊണ്ടുവരില്ല. അതുപോലെ എപ്പോഴേലും ഒന്ന് ഷവർമയും കൊണ്ടുവരും. അങ്ങനെ തന്നെ കേട്ടോ നമ്മളെ വൈപ്പ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. ബൈ.